بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه بسم الله الرحمن الرحيم الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا الحمد لله الحمد لله الحمد لله المحمود بكل لسان المعبود في كل زمان ومكان أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له جعل الحياة الطيبة والجزاء الحسن لمن وحده واتقاه وأشهد أن سيدنا ونبينا ومولانا محمدًا عبده ورسوله دعا إلى كلمة الحق والتقوى اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين
رضوان الله تعالى عليهم أجمعين وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. وقال الله تعالى أيضا: يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. صدق الله مولانا العظيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇൽമിന്റെ സദസ്സിനെ സ്വർഗ്ഗ പൂങ്കാവനമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട് സഫലീകരിച്ചു തരുമാറാകട്ടെ. നല്ലത് പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു എനിക്കും നിങ്ങൾക്കും തരുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി സ്വർഗം പുൽകുവാനുള്ള മരണം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നസീബാക്കുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ വിഷമങ്ങളെയും മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇസ്ലാമിക നിയമങ്ങളാ പറയുന്നത്. എന്റെ ഒന്നാമത്തെ കാസറ്റുകൾ കേട്ട് കാണും ഭാര്യ ഭർത്തൃ ബന്ധം, കൈഫിയത്ത് ഇത്തിയാനിൽ മർഅത്തി, എങ്ങനെയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സമീപിക്കേണ്ടത്. അവര് അൽഹംദുലില്ലാ കാസറ്റ് കേട്ട് കുറെ സഹോദരങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് സംശയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു ഉസ്താദ്, ആരും പറയില്ല, ഉസ്താദ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാസം തോറും നടത്തുന്ന ക്ലാസ്സില് സ്ത്രീകൾ പങ്കെടുത്ത സദസ്സിൽ നമ്മൾ പറഞ്ഞ പ്രഭാഷണമാണ്. അന്നത്തെ ദിവസം സ്ത്രീകൾ മിണ്ടാതെ മൗനം ദീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. എല്ലാവരും പിറാഹത്താണ്. അതുകൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോകം അറിയാനും ഇതൊരു കാരണമായി. അപ്പൊ അതുകൊണ്ട് നിബിധങ്ങൾ നമുക്ക് എല്ലാ വശങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണെന്താ, അവളെ കൊണ്ടുള്ള ഉപയോഗം എന്താ, ഗുണം എന്താ.
നമ്മൾ എങ്ങനെയാണ് അവളെ സമീപിക്കേണ്ടത്, ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്, ഇത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ആ ഒരു നിയമങ്ങൾക്ക് വിരുദ്ധമായി പാശ്ചാത്യൻ കാസറ്റുകളെല്ലാം ഇട്ടിട്ട് തന്റെ സ്വന്തം ഭാര്യയെ പോലും മൃഗതുല്യയാക്കിക്കൊണ്ടുള്ള ലൈംഗിക വീഴ്ചകൾക്കെതിരെ പരിശുദ്ധ ഇസ്ലാം തക്കതായ താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം വിവാഹം കൊണ്ടുള്ള ഉദ്ദേശം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മുവാഫഖത്തു മഹബ്ബത്തില്ലാഹി ഫീ തഹ്സീലിൽ വലദി ബിസ്സഈ ഫീ തഹ്സീലിൽ വലദ്. കുട്ടികൾ ആ പരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി വിവാഹം കഴിക്കണം. പാരമ്പര്യം നിലനിർത്തണം, കുട്ടികളെ കിട്ടണം. ഈ കുട്ടികളിലൂടെയാണ് ഈ പാരമ്പര്യം നിലനിർത്തുക. അതിലൂടെ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു സൃഷ്ടി കൂടി ഉണ്ടാവുകയാണ് ഈ ലോകത്ത്, ഈ ദുനിയാവിൽ. അതിനുവേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കണം, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. പിന്നീട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുവാഫഖത്തു മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ തക്സീരി മുബാഹാതിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ഈ സമുദായത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് സ്വർഗ്ഗലോകത്ത് സന്തോഷിക്കണം. എന്റെ ഉമ്മത്ത്, എന്റെ സമുദായത്തിന്റെ ആധിക്യം ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ റസൂൽ സന്തോഷിക്കുന്നതിന് വേണ്ടി വിവാഹം അനിവാര്യമാണ്. വിവാഹത്തിലൂടെ മക്കളെ അധികരിപ്പിക്കുക. തനാകഹു തവാലദു തകാസറു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ വിവാഹം കഴിക്കണേ, നിങ്ങൾ കല്യാണം കഴിക്കണേ, നിങ്ങൾ പ്രസവിക്കണേ, പ്രസവം നിർത്തരുതേ, അധികരിപ്പിക്കണേ, പ്രസവിച്ചുകൊണ്ടേയിരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി എന്റെ സമുദായത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ നാളെ സ്വർഗ്ഗലോകത്ത് ആഖിറത്തിൽ പരലോകത്ത് സന്തോഷിക്കുമെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്, ത്വലബു തബറുക് ബിദുആഇൽ വലദി സ്വാലിഹി. സ്വാലിഹായ കുഞ്ഞുമക്കളെ നമുക്ക് അല്ലാഹു സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ മാതാപിതാക്കൾക്കോ അല്ലാഹു സ്വാലിഹായ കുട്ടികളെ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ സ്വാലിഹായ കുട്ടികൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യുന്ന ദുആയുടെ ബർക്കത്ത് അത് ഈ മാതാപിതാക്കളുടെ ഖബറിലേക്കും അവരുടെ ജീവിതത്തിന്റെയും ഖൈറിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് മക്കളെ വേണം. മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാലിഹായ മക്കളായിരിക്കണം, സ്വാലിഹത്തായ മക്കളായിരിക്കണം. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളായിരിക്കണം അവർക്ക് വേണ്ടത്. അതിന് വിവാഹം കഴിക്കണം, കല്യാണം കഴിക്കണം. അതിലൂടെയുള്ള മക്കളാണ് സാലിഹീങ്ങളായ മക്കൾ. അതിന് ഞാനൊക്കെ നേരത്തെ എന്റെ കുടുംബജീവിതത്തിന്റെ കാസറ്റുകളിൽ സാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നൊക്കെ അതൊക്കെ മണിയറയിൽ കയറുമ്പോൾ ചെയ്യേണ്ട ദുആകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നിനെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, വിവാഹം കഴിക്കുന്നതിലൂടെ തലബു തബറുക് തലബു ശഫാഅത്തി ബിമൗത്തിൽ വലദി ബിസ്സഗീർ ബിമൗത്തിൽ വലദി സഗീർ. കുഞ്ഞുമക്കള് ബാല്യത്തിലെ മരിച്ചു പോകുമ്പോ ആ കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ്, ഒരു പിതാവ്, ആ മാതാവിന്റെയും പിതാവിന്റെയും രോദനം മനസ്സിലാക്കിയിട്ട് ഈ കുഞ്ഞുമോൻ അല്ലെങ്കിൽ ഈ കുഞ്ഞുമോൾ ഈ മാതാപിതാക്കളെ നാളെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹദീസുകളുണ്ട്, അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ സമയം ഒരുപാടുണ്ട്. സംഭവങ്ങളൊക്കെ കൊച്ചു കുട്ടികളൊക്കെ മരിച്ചുപോകും. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കൾ മരിച്ചുപോയാല് ഉപ്പമാരോ ഉമ്മമാരോ വിഷമിക്കേണ്ട, ആ കുഞ്ഞ് നാളെ ആഖിറത്തിൽ സന്തോഷത്തോടുകൂടെ നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കും. നബിയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട്, അള്ളാന്റെ റസൂലെ, എന്റെ പൊന്നുമോന് മരിച്ചുപോയി നബിയേ. വളരെ വിഷമത്തോടെ ഗദ്ഗതത്തോടുകൂടി അള്ളാന്റെ റസൂലിനെ സമീപിച്ച ആ സഹാബിയെ അള്ളാന്റെ റസൂല് സമാധാനിപ്പിച്ചത് എങ്ങനെയെന്നറിയോ? നിന്റെ മകനുണ്ടല്ലോ, നിന്റെ പൊന്നുമോനുണ്ടല്ലോ, യജുറു അബവൈഹി കമാ അനാഖിദുൽ ആന ബിസൗബിക. അല്ലാഹുവിന്റെ റസൂൽ ആ വന്ന സഹാബിയുടെ വസ്ത്രത്തിൽ പിടിച്ച് മെല്ലെ വലിച്ചിട്ട് പറഞ്ഞു, ആ പൊന്നുമോന് നാളെ ആഖിറത്തിൽ ഈ ഉപ്പയെയും ഈ ഉമ്മയെയും ഇതേപോലെ വലിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. അള്ളാന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ സഹോദരാ, കുഞ്ഞുമക്കളെ മരിച്ചുപോയാൽ ആ കുഞ്ഞുമക്കളുടെ പേരിൽ വിരഹ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് നാളെ ആ കുട്ടികൾ സ്വർഗലോകത്ത് വെച്ച് ശുപാർശകരായി ഓടിയെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നൽ അത്ഫാല യജുറൂന ബിസൗബി അബവൈ
നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാം ഹിസാബിലും വിചാരണയിലും ആയിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, വലിയവരെല്ലാം വിചാരണയ്ക്ക് വേണ്ടി നേരിട്ട് കൊണ്ടിരിക്കുമ്പോ നേരത്തെ മരണപ്പെട്ടു പോയ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ കുഞ്ഞുമക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ മലക്കുകളോട് പറയും, ഇദ്ഹബൂ ബിഹൗലാഇ ഇലൽ ജന്ന. ഇത് മുസ്ലിം സമുദായത്തിന്റെ കുഞ്ഞുമക്കളാ, ഈ കുഞ്ഞുമക്കളെ നിങ്ങൾ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുക. അവരെ ഈ വെയിലിൽ നിർത്തരുതേ. അവർക്കിവിടെ വിചാരണയില്ല. അങ്ങനെ ആ കുഞ്ഞുമക്കളെയും വഹിച്ച് മാലാഖമാർ സ്വർഗലോകത്തിന്റെ വാതിൽക്കലേക്ക് വരുമ്പോ, മർഹബം ബിദുറാറിൽ മുസ്ലിമീൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സ്വർഗലോകത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മാലാഖമാർ അതാ മംഗളാശംസകൾ നേരുകയാ, അനുമോദനങ്ങൾ നേരുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ കുഞ്ഞുമക്കളെ, സന്തോഷത്തോടെ നിങ്ങൾ സ്വർഗലോകത്തേക്ക് കയറിക്കോ. സ്വർഗലോകത്തേക്ക് കയറാൻ മുഅ്മിനീങ്ങളായ കുട്ടികളോട് പറയുമ്പോ അവരൊരിക്കലും കയറുകയില്ല. അവർ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഐനാ ബാഉനാ വ ഉമ്മഹാതുനാ. ഞങ്ങളുടെ ഉപ്പയെവിടെ, ഞങ്ങളുടെ ഉമ്മയെവിടെ? ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇല്ലാതെ ലാ നദ്ഖുലുൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫയതലാഗൂൻ വയൽജൗന ലജ്ജതൻ വാഹിദാ. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നവർ ബഹളം വെക്കുകയാണ്, അലമുറയിടുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഫയഖൂലുല്ലാഹു തബാരക വ തആല, ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാ, മാ ഹാദിഹിൽ ലജ്ജാ. മലക്കുകളെ, സ്വർഗലോകത്തിന്റെ പടിവാതിൽക്കൽ എന്തേ ഒരവശബ്ദങ്ങൾ കേൾക്കുന്നു? കുറെ കുഞ്ഞുമക്കളെ പൊട്ടിക്കരയുന്നുണ്ടല്ലോ, അതിന്റെ കാരണങ്ങൾ എന്തെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമ്പോ, റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ, പടച്ചവനെ, മുസ്ലിം സമുദായത്തിന്റെ കുഞ്ഞുമക്കളാണ് അല്ലാഹ്. വഹും യഖൂലൂൻ, അവര് പറയുകയാണ്, ലാ നദ്ഖുലുൽ ജന്നത ഇല്ലാ മഅ ആബായിനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവേ, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം, ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഞങ്ങളുടെ ഉപ്പയെയോ ഉമ്മയെയോ ബാല്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, ശൈശവത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അവരുടെ ലാളന ഞങ്ങൾക്ക് ലഭിച്ചില്ല, അവരുടെ വാത്സല്യം ഞങ്ങൾ കണ്ടിട്ടില്ല, അവരുടെ ഒക്കത്തിരുന്ന് പാല് കുടിക്കാൻ അവസരം പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് നാഥാ, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കണോ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാണിച്ചു തരണം. ഉടനെ പറയപ്പെടും മലക്കുകൾ, ഇന്നഹും യുഹാസബൂന അലൈഹാ വയുതാലബൂൻ വഹും ലൈസൂ മിസ്ലകും. അവർ നിങ്ങളെ പോലെയല്ല, അവർ പാപങ്ങൾ ചെയ്തവരാണ്. ആ ഉപ്പമാരും ഉമ്മമാരും പാപങ്ങൾ ചെയ്തവരാണ്. യുഹാസബൂന അലൈഹാ വയുതാലബൂൻ. അവർ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടി വിചാരണയിലാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോ. ഇല്ല 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 എന്ന് പിടിവാശിയോടുകൂടി സ്വർഗലോകത്തിന്റെ വാതിൽക്കൽ നിന്ന് പൊട്ടിക്കരയുമ്പോ ഉടനെ അള്ളാന്റെ തർത്തീബ് വരികയാണ്, അള്ളാന്റെ ഓർഡർ വരികയാണ്. തഖല്ലലൂ അൽ ജുമുഅ വഖുദൂ ബിഐദി ആബാഇഹിം വഉമ്മഹാതിഹിം. അവരെ ആ സമുദായത്തിന്റെ കൂട്ടത്തിന്റെ ജനക്കൂട്ടത്തിന്റെ ജനനിബിഡമായ സംഘത്തിന്റെ ഇടയിലേക്ക് ഇറക്കി വിടുക മലക്കുകളെ. ഫഖുദൂ ബിഐദി ആബാഇഹിം. അവരുടെ ഉപ്പമാരുടെ കൈക്ക് പിടിച്ചവർ സ്വർഗത്തിൽ പോട്ടെ, അവരുടെ ഉമ്മമാരുടെ കൈക്ക് പിടിച്ചവർ സ്വർഗത്തിൽ പോട്ടെ. അവരെ അങ്ങോട്ടേക്ക് വിടുക, അവരുടെ കണ്ണുനീര് കാണുക, അവരുടെ
ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കുക. അവരുടെ ആവലാതി കാണണേ, അവരെ തടഞ്ഞു വെക്കരുതേ. ഉടനെ മലക്കുകൾ ആ കുട്ടികളെ, ഏതൊരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണോ ഇവർ, അവര് നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി വിടും. നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലും. അവരെ പിടിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പോകും. കമാ ആഖിദു ബിസൗബികൽ ആൻ, നിന്റെ വസ്ത്രം ഇപ്പൊ ഞാൻ പിടിക്കുന്നത് പോലെ ഈ കുഞ്ഞുമക്കൾ ആ മാതാവിനെയും പിതാവിനെയും പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ എന്താ സംഭവം? ഉപ്പയും ഉമ്മയും, നമുക്കൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടി, ആ ഉപ്പയും ഉമ്മയും ആ കുഞ്ഞിന്റെ ലാളന കാണുന്നതിന് മുമ്പ് ആ കുഞ്ഞ് മരിച്ചുപോയി. അവര് ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. ആ മാതാപിതാക്കളെ നാളെ സ്വർഗത്തിൽ കടത്താൻ ശുപാർശകരായി ശഫാഅത്തിന് വേണ്ടി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിനാണ് കല്യാണം കഴിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് കല്യാണം കഴിച്ച് മണിയറയിലേക്ക് കയറിയിട്ട് രണ്ടുപേരും കൂടെ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ ഇപ്പൊ വേണ്ട കേട്ടോ, ഇപ്പൊ വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് മതി, ഫുൾ സ്റ്റോപ്പ്. മലക്കുകൾ മോളിൽ ഇരുന്നോണ്ട് ആമീൻ ആമീൻ, അല്ലാഹുവേ ഒരു 20 വർഷത്തേക്ക് ഇവക്ക് നീ കുട്ടിയെ കൊടുക്കല്ല അല്ലാ. കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ ഒക്കെ ഒരു മെയിൻ കാരണം അതാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് പറഞ്ഞിട്ടുണ്ടോ, അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടിയിലൊന്നും പോകാൻ പറ്റൂല, അടിച്ചു പൊളിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, ഒരു 2 വർഷം ഒരു 3 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വെക്കും. ആ പെൻഡിങ് അള്ളാഹ് അങ്ങോട്ട് സ്വീകരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടിയ കോൺക്രീറ്റ് കൊണ്ടുവന്ന്, നല്ല കട്ടിയാവുന്ന, പെട്ടെന്ന് കട്ടിയാവുന്ന സിമെന്റ് കൊണ്ടുവന്ന് ആ ഗർഭപാത്രത്തിന്റെ ഡോർ അടച്ച്, പിന്നെ അത് കുത്തിപ്പൊട്ടിക്കാൻ നോക്കി നടക്കില്ല. പിന്നെ കുറെ സദഖ ചെയ്ത് പൊളിക്കാന്നുള്ളതല്ലാതെ വേറൊരു വഴികളുമില്ല ഇസ്തിഗ്ഫാറിലൂടെ. അതുകൊണ്ട് ഒരിക്കലും പറയരുത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരാൻ തീരുമാനിച്ചാൽ എപ്പോഴാണെന്നറിയില്ല, അത് കിട്ടുന്നത് വാങ്ങണേ, 2 കൈകളും നീട്ടി വാങ്ങണേ. അതുകൊണ്ട് എന്റെ പിൻതാരങ്ങളെ, സഹോദരിമാരെ, മണിയറയിലേക്ക് നിന്നെ സ്വീകരിക്കുന്ന നിന്റെ ഭർത്താവിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണേ പെങ്ങളെ. വേണ്ടാന്ന് പറയാൻ പാടേയില്ല. അതുകൊണ്ട് അടുത്തപടിയായി നിക്കാഹ് കഴിക്കുന്നത് എന്തിനെന്നറിയോ? കസ്റു ശഹ്വതിഹി, തന്റെ ശാരീരികമായ വികാര വിചാരങ്ങൾ അടക്കുന്നതിന് വേണ്ടിയാണ്, ഒതുക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുന്നതിന് തന്റെ ഭാര്യമാരെ സമീപിക്കുന്നതിന് പകരം വേശ്യാവൃത്തിയിലേക്ക് പോകരുത്. വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവരോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പരിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. സൂറത്തുൽ മാഇദ വിശദീകരിച്ചു തരികയാണ്. മുഹ്സിനീൻ ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീ അഖ്ദാൻ محصنات غير مصافحات ولا متخذات أخدان. രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിന്റെ സഖിയാക്കാൻ നീ ആഗ്രഹിക്കല്ലേ, കൊതിക്കരുത്. അത് അപരാധമാണ്, അത് അധർമ്മമാണ്, തെറ്റാണ്. കാമുകിമാരുമായുള്ള സല്ലാപത്തിലൂടെ ഒരു പെണ്ണിനെ നീ വഞ്ചിക്കുകയാണ് പുരുഷന്മാരെ നീ ചെയ്യുന്നത്. അതുകൊണ്ട് നീ വിവാഹത്തിന്റെ തലേന്ന് കാമുകിമാരുമായുള്ള ബന്ധങ്ങളെല്ലാം പരിപൂർണമായി വിച്ഛേദിച്ചുകൊണ്ട് നാളെ നേരം വെളുക്കുമ്പോ ഞാനൊരു പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞയോടുകൂടി വേണം യുവാക്കളെ വിവാഹത്തിലേക്ക് കടക്കാൻ. സ്ത്രീ സമുദായത്തോട് ഖുർആൻ പറയുകയാ, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാതി അഖ്ദാൻ. വേശ്യാവൃത്തി ചെയ്യുന്നവളായിട്ടോ രഹസ്യ കാമുകന്മാരെ പൂജിക്കുന്നവളായിട്ടോ വിവാഹ ജീവിതത്തിലേക്ക് നീ കടക്കല്ലേ. അത് ഭർത്താക്കന്മാരെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ തന്റെ രഹസ്യ ബന്ധങ്ങളെയെല്ലാം പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പുതുജീവിതത്തിലേക്ക് കടക്കണമേ. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൈവാഹിക ജീവിതത്തിലൂടെ തന്റെ ശാരീരികമായ വികാര വിചാരങ്ങളെ അടക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിവാഹം കഴിക്കണേ. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് വികാരങ്ങൾ അടക്കാൻ വിവാഹം. വികാരങ്ങൾ അടക്കാൻ വേറെ ഒരു പോം വഴിയും ഇല്ല.
ചില പുരുഷന്മാര് കൈപ്രയോഗം നടത്തും, ചില പുരുഷന്മാര് മുഷ്ടിമൈഥുന്യം കൈകൊണ്ടുള്ള സുഖം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാകിഹുൽ യദി മൽഊൻ, കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ, കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാര് നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത്. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ്, ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല. നാകിഹുൽ യദി മൽഊൻ, പരിശുദ്ധ ഇസ്ലാം അതിന്റെ ഒരുപാട് വിശദീകരണമുണ്ട്, ഒരുപാടിലേക്ക് കടക്കുന്നില്ല. വ്യംഗ്യമായി പറഞ്ഞു പോവുകയാണ്, മനസ്സിലാക്കണം. ഈ വിനീതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ, സ്വയം ഭോഗം ചെയ്യാവോ ഉസ്താദേ? ഇല്ല 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 ഇല്ല. സ്വയം ഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല. സ്വയം ഭോഗത്തിലൂടെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ്, നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ശീഘ്രസ്ഖലനമുണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവൾ വ്യഭിചാരത്തിലേക്ക് പോകും. അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയ വശമായും പറയുന്നത് സ്വയം ഭോഗം പാടില്ല, അത് ഹറാമ് തന്നെ, നിഷിദ്ധമാ. ഹനഫി മദ്ഹബ് അനുസരിച്ച് വ്യഭിചാരത്തിലേക്ക് പോകുമെങ്കിൽ സ്വയം ഭോഗം ആകാമെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങളെല്ലാം ഹനഫി മദ്ഹബുകാരായി. വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും, തോന്നുന്നത് പോലെ മദ്ഹബൊന്നും മാറാനൊന്നും പറ്റില്ല. തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയം ഭോഗം അനുവദനീയാണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 പ്രാവശ്യം സ്വയം ഭോഗം ചെയ്യുന്നവൻ എന്തോ അപ്പൊ എത്ര വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? ഏതാ ഇത് വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? അപ്പൊ അത് ഹറാമ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് ഇന്ന് തച്ചിലിരിക്കും ഇന്ന് മുതൽ. അപ്പൊ അതുകൊണ്ട് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. ചില ആളുകളൊക്കെ പറയും സ്വഹാബാക്കൾ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ചെയ്തിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം. അങ്ങനെയൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞങ്ങളുടെ ഇന്ദ്രിയത്തുള്ളികളൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ അവരൊന്നും സ്വയം ഭോഗം ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറഞ്ഞിട്ട് ആ സഹാബാക്കൾ യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും ആകാമെന്നും പറഞ്ഞ് 3-4 പ്രാവശ്യം ഓരോരുത്തർ ചങ്ങാതിമാര് മറിഞ്ഞടിച്ച് വീണ പ്ലാസ്റ്റിക് കോഴിയെ പോലെ ആയിപ്പോയി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു സൂക്ഷിച്ചു. അള്ളാഹ് കാത്തിരിക്കട്ടെ. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, അതറിയില്ല സംഭവം. ശീഘ്രസ്ഖലനം ഉണ്ടാകും, അതിലൂടെ ഭാര്യ ഇറങ്ങി ഒളിച്ചോടി പോകും, പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പാടില്ല. തന്റെ ശാരീരിക ഇച്ഛയ്ക്ക് പരിഹാരമാണ് വിവാഹം. അതിനാണ് പെണ്ണെട്ടാൻ പറയുന്നത്. എന്തേ സമയാകുമ്പോൾ പെണ്ണെട്ടിക്കൂടെ? ചില അപ്പാമാരും ഉമ്മമാര് സമ്മതിക്കുന്നില്ല പോലെ നമ്മുടെ പിള്ളമാര് പരാതി പറയുന്നു. ഉപ്പ ഉമ്മ കല്യാണത്തിന്റെ പ്രായം എത്തിയിട്ട് കുട്ടികൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല. നിങ്ങൾ ആ കുട്ടികൾ വല്ല തെറ്റിലേക്ക് പോയാൽ ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി, ആ കുട്ടികളുടെ സകലമാന തെറ്റുകൾക്കും പരിപൂർണ ഉത്തരവാദിത്വം ഈ ഉപ്പയും ഉമ്മയും വഹിക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാളെ മുതൽ തന്നെ തീരുമാനം എടുത്തോ. കുട്ടികൾക്ക് വേണ്ടവണ്ണം കല്യാണം. പിന്നെ കല്യാണം മുടക്കികൾ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ വർഷവും ഞാനിവിടെ പറഞ്ഞു. കല്യാണം മുടക്കാൻ നിൽക്കും. കല്യാണം കഴിക്കാൻ പറ്റുമോ? അവന് 9 ലവാണുള്ളത്, 9 ലവ് പോയും കെട്ടിയേക്കല്ലേ മോനെ. മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ ആർക്കാ ഇല്ലാത്തത്? എല്ലാവരുടെ മോന് പെണ്ണ് കെട്ടിയവന്മാർക്ക് 25 വീതമുണ്ട്.
ഓരോ ചങ്ങാതിമാര് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഉസ്താദ് ഇതൊന്നും പ്രസംഗിക്കല്ലേ, എന്റെ 5 ലൈൻ പോയി, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഒരു ചങ്ങാതി പറയാ, ആ പാട് ഉള്ള ലൈൻ മൊത്തം വല്ലാഹി ഞാൻ പറഞ്ഞ തമാശകൾ ഞാൻ കള്ളം പറയില്ല, എന്നോട് പറഞ്ഞതാ, ഈ ദേവി അത് ഇങ്ങനെയുള്ള വിഷയമൊന്നും പ്രസംഗത്തിലൂടെ പറയല്ലേ. ആരാ കല്യാണം കഴിച്ചവര്? അപ്പൊ ഇങ്ങനൊക്കെ തന്നെയാണ് സംഭവം, കല്യാണം കഴിച്ചവര്. അതുകൊണ്ടാണ് നേരത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നത്, കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെയുള്ളവരായിട്ട് വരണം, ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വരണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിന്റെ സമയമെത്തുമ്പോ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്ക്. പരിശുദ്ധ ഇസ്ലാം നബി തങ്ങൾ പഠിപ്പിക്കുന്നത് 16 വയസ്സാകുമ്പോ സൗവജഹു അബൂഹു, അവന്റെ പിതാവ് അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കട്ടെ, അവളുടെ പിതാവ് അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കട്ടെ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഇന്ന് 16 സുപ്രീം കോടതി പോലും 15 വയസ്സായ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തപ്പെട്ടാൽ അത് ബാലികാ പീഡനമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പോലും വിധി പുറപ്പെടുവിച്ചിരിക്കുമ്പോ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയല്ലേ, പക്വതയെത്തിയാൽ പ്രായമെത്തിയാൽ അവളെയും അവനെയും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ലമ്മാ അദ്റകൂ ഇക്രിമ വ ഖുറൈബ, തന്റെ മക്കളായ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഖുറൈബ റളിയല്ലാഹു അൻഹു വഗൈറഹുമാ, ഇവരല്ലാത്ത മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ ഇദാ അറത്തുമുൻ നിക്കാഹ അൻകഹതുകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ നിങ്ങളെ വിവാഹം കഴിപ്പിക്കാം. ഫഇന്ന മൻ സനാ നസഅല്ലാഹു മിൻ ഖുലൂബികുമുൽ ഈമാൻ. ആരെങ്കിലും വിവാഹം കഴിക്കേണ്ട സമയമെത്തിയിട്ട് വിവാഹം കഴിക്കാതെ വ്യഭിചരിക്കാൻ വേണ്ടി പോയാൽ അവരുടെ ഈമാൻ അല്ലാഹു പറിച്ചെടുക്കും മക്കളെ. അതിലൂടെ ഈ ഉപ്പമാര് ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉപ്പ നിങ്ങളെ വിവാഹം കഴിപ്പിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമയമാകുമ്പോ കല്യാണം കഴിച്ചു കൊടുത്തേക്കണം. പിന്നെ ചങ്ങാതിമാർ എന്തായാലും പോയിക്കോട്ടെ. മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ദിവസം 350 ബസ് അങ്ങോട്ട് ഓടുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ഓടുന്നു. എല്ലാ പിള്ളന്മാരും വെറുതെ മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ടിക്കറ്റ് എടുക്കുന്നു. അവിടുന്ന് കപ്ലിംഗ് ഇങ്ങോട്ട്, ഇവിടുന്ന് കപ്ലിംഗ് അങ്ങോട്ട്. ലോഡ്ജ് എടുത്ത് കിടക്കാൻ പറ്റൂല. ക്യാമറ, ഒളിക്യാമറ, പോലീസ്. പ്രത്യേകമായി പെണ്ണിനെ വേണമോ 3000 റുപ്യ എക്സ്ട്രാ കൊടുത്ത് ടിക്കറ്റ് എടുത്താല് നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ബാംഗ്ലൂർ ടു മാംഗ്ലൂർ, മാംഗ്ലൂർ ടു ബാംഗ്ലൂർ എത്തിച്ചേരും. എല്ലാം നമ്മുടെ താത്താമാര്, കൂടുതലും താത്താമാര്. തെളിവുകളുണ്ട്, വെറുതെ ഒന്നുമല്ല, തെളിവുകളൊക്കെ ഉണ്ട്. എന്തിനാണ് പറയിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരി, നിന്റെ ചാരിത്രമല്ലേ ആ ബസ്സിൽ കവരപ്പെടുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്തിന്റെ അടയാളമായിട്ട് പരസ്യമായി വ്യഭിചാരം നടക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സാ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോ യാത്രക്കാരെ പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നും ഈ വിനീതനോട് ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ വരെ യാത്ര ചെയ്തു വന്ന ഒരു സഹോദരൻ വിഷമത്തോടെ പറഞ്ഞ സംഭവമാ. ഉസ്താദേ, നമ്മൾ കണ്ടാലും അവർക്ക് പ്രശ്നമില്ല, സീറ്റിന്റെ പുറകിലിരുന്ന് കാണിക്കുന്നതും എന്തൊക്കെ ശബ്ദങ്ങൾ ഇട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാഹുവേ, അല്ലാഹുവേ, ലജ്ജയില്ലാത്ത മൃഗങ്ങളെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ബസ്സിൽ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഖിയാമത്ത് നാളിന്റെ അടയാളം വരുമ്പോ വ്യഭിചാരം അത് വ്യാപിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ വ്യഭിചരിക്കും, ഒരാൾ വഴി പോകുന്ന വഴിപോക്കന് അവന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ വഴിയുടെ മധ്യത്തിൽ നിന്ന് വ്യഭിചരിക്കും. യാത്രക്കാരൻ പറയും, മനുഷ്യ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് പണിയടാ. വഴി തടസ്സം ഉണ്ടാക്കാതെ അങ്ങോട്ട് മാറിയില്ലപ്പാ. പരിപാടി നടത്താൻ റോഡിന്റെ നടുക്ക്, ഹൈവേ റോഡിന്റെ നടുവില് നമ്മൾ വിചാരിക്കും